ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ നിന്ന് വിട്ടുപോയതിൻ്റെ കാരണക്കാരനായി അന്ന് നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെ അന്നത്തെ യു ഡി എഫിൻ്റെ അന്നത്തെ കൺവീനറും യു ഡി എഫിൻ്റെ അന്നത്തെ ചെയർമാനുമായിരുന്നു. നോക്കൂ, സമാനമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാൻ എന്തായാലും യു ഡി എഫിന് ശക്തിയില്ല എന്നറിയാം. അതുകൊണ്ട് ലീഗ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ശ്രീ ജേക്കബ് ജോർജ്, വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വ്യക്തത നൽകാത്തതിനാൽ കോഴിക്കോട് സീറ്റ് നൽകുക, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിൽ 27-ാം തീയതി യോഗം ചേർന്ന് തീരുമാനമെടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ എത്ര കണ്ട് ഗൗരവം കാണുന്നുണ്ട് ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ? ലീഗിന് അതുപോലെയുള്ള അറ്റകൈ പ്രയോഗത്തിനൊന്നും മടിയുള്ള പാർട്ടിയല്ല. മുസ്ലിം ലീഗിനെ മുന്നണിയിൽ നിൽക്കാതെ തന്നെ ഒറ്റയ്ക്ക് നിലനിൽക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ അവർ അങ്ങനെ കൂട്ടുത്തരവാദിത്വം മറക്കാമോ? മുമ്പൊരിക്കൽ നമുക്കറിയാമല്ലോ, യു ഡി എഫ് വിട്ടുപോയി, ഇടതുപക്ഷം എടുത്തില്ല, പിന്നെ തിരിച്ച് യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു, ഒരു ചരിത്രമുണ്ട് അങ്ങനെ. എങ്കിലും ലീഗിന് സമ്മർദ്ദം പ്രയോഗിക്കാനുള്ള ശരിക്കുള്ള അവസരമാണ്. അതിനവർക്ക് അവകാശമുണ്ട്. അവർ പറയുന്നതിനകത്ത് ഞാൻ ഇന്നലെ ഇതേ ചർച്ചയിൽ നികേഷിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനൊരു രാഷ്ട്രീയ പിൻബലമുണ്ട്, ഒരു പൊളിറ്റിക്കൽ തിയറി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. യാതൊരു സംശയമില്ല. കോൺഗ്രസ് അത് അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നോ ഇല്ലയോ എന്ന് തീർച്ചയാക്കിയിട്ടില്ല. വയനാട് അവർ മാറ്റിവെക്കുന്നു. വയനാട് കോൺഗ്രസ് നേതാവ് MI ഷാനവാസ് മത്സരിച്ച് ജയിച്ച സീറ്റാണ്. പകരം കോൺഗ്രസിൻ മത്സരിച്ച് ജയിച്ച, അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന, കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് വേണമെം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കടുത്ത കൈയായിപ്പോയി. MK രാഘവൻ ജയിച്ച, MK രാഘവൻ പിടിച്ചടക്കിയ കോട്ടയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ സ്ട്രൈക്ക് റേറ്റ്, അവർ ചരിത്രപരമായി തന്നെ സ്ട്രൈക്ക് റേറ്റ് നോക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഇപ്പോൾ യു ഡി എഫിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുന്നതാണ് കണ്ണൂരിൽ നല്ലത്, കോൺഗ്രസ് മത്സരിക്കുന്നതാണ് കാസർഗോഡ് നല്ലത്. അതുകൊണ്ടാണ് അവർക്ക് നേരത്തെ കാസർഗോഡ് സീറ്റ് കിട്ടിയിട്ടും തിരിച്ചു കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസ് മത്സരിക്കുന്നതാണ് വടകരയിൽ നല്ലത്. പിന്നെ അവർക്ക് 45% മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് വയനാടും 2 കോഴിക്കോടും. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താത്തതിനാൽ കോഴിക്കോടിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു. ഈ MK രാഘവനെ അടുത്ത ജൂലൈയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തിക്കോട്ടെ. അല്ല, അത് കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്, ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ നികേഷ് അറിഞ്ഞോ എന്നെനിക്കറിയില്ല. MK രാഘവൻ സംസ്ഥാന നേതാക്കളെ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വാർത്തയില്ലയോ എന്ന് എനിക്കറിയില്ല. അതെ, MK രാഘവൻ നല്ല നേതാവാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോഴിക്കോടിനെ കയ്യിൽ ഒതുക്കിയ നേതാവാണ്. കോഴിക്കോടുമായിട്ട് നല്ലൊരു ആത്മബന്ധം, ഒരു ബന്ധം ഉണ്ടാക്കി അത് സ്ഥിരപ്പെടുത്തിയ ആളാണ് MK രാഘവൻ. രാജ്യസഭാ സീറ്റിൽ അദ്ദേഹം പോകാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിയമസഭാ സീറ്റ് കൊടുത്ത് അവിടേക്ക് കേരള നിയമസഭയിലേക്ക് വരാൻ ഇപ്പോൾ തന്നെ ധാരാളം കോൺഗ്രസ് MP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ലോക്സഭ വേണ്ട, ഞങ്ങൾ നിയമസഭയിലേക്ക് പോയിക്കോളാം എന്നൊക്കെയാണ്. അങ്ങനെ ചുവട് പിടിച്ച് ചിലപ്പോൾ രാഘവൻ സമ്മതിക്കുമായിരിക്കും, കോഴിക്കോട് കൊടുക്കും. ആത്യന്തികമായിട്ട് ലീഗിൻ്റെ പ്രശ്നം ലീഗിന് ഒരു സീറ്റ് ഇവിടെ കിട്ടുക എന്നുള്ളതല്ല നികേഷ്. കോൺഗ്രസ് ഒരു മുസൽമാനെ പോലും സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നതാണ് അവരുടെ ബുദ്ധിമുട്ട്. UDFിൻ്റെ ഒരു മുന്നണിയിൽ ലീഗ് 2ാമത്തെ വലിയ കക്ഷിയായിരുന്നിട്ട് കോൺഗ്രസ് ഇതാ ലോക്സഭ 20 സീറ്റിൽ മത്സരിക്കുന്ന UDF ഒറ്റ സീറ്റിൽ പോലും ഒരു മുസൽമാൻ പേരുള്ള ഒരാളെ നിർത്തിയിട്ടില്ല. അതിപ്പോൾ ലീഗിൻ്റെ പ്രശ്നമല്ല, സമസ്തയുടെ പ്രശ്നമല്ല, അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രശ്നവും വികാരവുമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. അത് പ്രശ്നം സമയത്ത് തീർക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അതിനൊരു പരിഹാരം എത്രയും വേഗം കണ്ടെത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യമാണ്, ലീഗിൻ്റെ അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Debate with MV Nikesh Kumar.